ശ്യാമേ, ഭക്ഷണത്തിൽ മായം ചേർക്കുക, അതുവഴി ബിസിനസ്സിൽ വൻ കോടികൾ ഉണ്ടാക്കുക, പല വാർത്തകളും നമ്മൾ ചാനലിരുന്ന സമയത്ത് ഒരുപാട് വാർത്തകൾ അങ്ങനെ വന്നിട്ടുണ്ട്. പലപ്പോഴും ചീഞ്ഞ മീനുകൾ ചന്തയിൽ വിൽക്കുന്നു, കോർപ്പറേഷൻകാർ ചെല്ലുന്നു, പിടിക്കുന്നു. എന്നാൽ പിന്നെയും ഒരു 2 മാസം കഴിയുമ്പോൾ വീണ്ടും അവിടെ ചീഞ്ഞ മീനുകൾ വരുന്നു. വർക്കല ചന്തയുടെ കാര്യമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അതുപോലെ പല ഹോട്ടലുകളിലും പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം പലതും ഈ പോളിഫോം ബാക്ടീരിയയുടെ അംശം കണ്ടെത്തിയ കുടിവെള്ളങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ ശ്യാം ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തിക്താനുഭവങ്ങൾ ശ്യാമിനുണ്ടായിട്ടുണ്ടോ വാർത്തയുടെ ഇടയിൽ? ഇത് 2015 കൊച്ചിയിലാണ് ഞാൻ റിപ്പോർട്ടർ. ഇപ്പോൾ രാത്രിയിൽ ഞാൻ ഒരു ഓട്ടോയിൽ കയറി ഫോർഷോർ റോഡ് വെച്ചിട്ട്. ഇപ്പോൾ ഓട്ടോ ഡ്രൈവർ ഉണ്ട്. അപ്പോൾ ആള് എനിക്കന്നേരം ടെലി വന്നു. അതായത് നമുക്ക് ഇന്ന വാർത്തയുമായി രാഷന് അറിയായിരിക്കുമല്ലോ, ഇന്ന വാർത്തയും ഇന്നാൾ ചേരുന്നു. ഇപ്പോൾ വാർത്ത ഞാൻ ടെലി പറഞ്ഞു. അപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ എന്നോട് ചോദിച്ചു, സാറിന് ചാനലിൽ വാർത്ത പറയുന്ന ജോലിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. സാധാരണക്കാരനാണ്? സാധാരണ പാവമാണ്. അത് അങ്ങനെ ചോദിക്കുമ്പോൾ അറിയാമല്ലോ. അതെ അതെ. അപ്പോൾ എന്നോട് പറഞ്ഞതുപോലെ ഒരു കുപ്പിവെള്ളത്തെക്കുറിച്ച് പറഞ്ഞു. കുപ്പിവെള്ളത്തെക്കുറിച്ചല്ല ആൾ ആദ്യം പറയുന്നത്, ഞാൻ ഫുഡ് മേടിച്ച് കഴിച്ചതിൽ പിന്നെ എനിക്കും എൻ്റെ മകൾക്കും ഉണ്ടായിട്ടുള്ള ഫുഡ് പോയിസൺ. അവിടെ 8 പേരോളം ആ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം ഈ മോൾക്കും ഇദ്ദേഹത്തിനും മാത്രം ഉണ്ടായി. അപ്പോൾ ഇവർ രണ്ടുപേരും കോമൺ ആയിട്ട് കഴിച്ചിരിക്കുന്നത് ഒരു കുപ്പിവെള്ളമാണ്. അത് ഭയങ്കര ഫേമസ് ആണ്, പെരുമ്പാവൂരുള്ളതാണ്. കേസല്ലാത്തതുകൊണ്ട് നമുക്ക് പേര് പറയാൻ പറ്റില്ല. കേസായി മാറിയില്ലത്. അപ്പോൾ എനിക്ക് സംശയം തോന്നി ഈ വെള്ളത്തിൽ. അങ്ങനെ ഞാൻ നമ്മുടെ ജനറൽ ആശുപത്രി ഉണ്ടല്ലോ കൊച്ചിയിൽ, എറണാകുളം ഗവൺമെൻറ് ജനറൽ ആശുപത്രിയുടെ അവിടെ നിന്നും പിന്നെ ബാക്കി 4 ഇടത്ത് നിന്ന് ഈ കുപ്പിവെള്ളം മേടിച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ഞാൻ കാക്കനാട്, സെയിം കമ്പനി കാക്കനാട് കൊണ്ടുപോയി പരിശോധനയ്ക്ക് കൊടുത്തു. കാക്കനാട് ലാബിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഇത് കോളിഫോം കണ്ടന്റ് കോളിഫോമാണ്. കോളിഫോം ബാക്ടീരിയ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് പരിശോധിച്ചു, ഇതിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഓണർ ചാനലിൻ്റെ MD എന്നോട് പറഞ്ഞു, അവരുടെ കൂടി വേർഷൻ വേണം. നമ്മൾ ഒരു ഭാഗം മാത്രം ഒരു ഭാഗം മാത്രം അവരത് കുപ്പിയുള്ള കമ്പനികളുടെ വേർഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഞാൻ വിളിച്ചപ്പോൾ അവർ ആദ്യം തന്നെ പറയുന്നത്, ഞങ്ങൾ നേരിട്ട് വരാം സംസാരിക്കാം. അവരെന്നെ തേടി വന്നു. നടക്കില്ല, ഇതൊരു കാരണവശാലും നടക്കില്ല. കാര്യം വാർത്ത ഓണെയർ പോയിരിക്കും. ഈ ഓട്ടോ ഡ്രൈവർ എന്ന് പറയുന്ന ആള് എന്നെ വിശ്വസിച്ചിട്ടാണ് ഈ വിവരം എനിക്ക് തരുന്നത്. സാധാരണക്കാരൻ. അപ്പോൾ അത് വാർത്ത ഓണെയർ പോകണമെന്നുള്ളത് എൻ്റെ നിർബന്ധമായിരുന്നു. അങ്ങനെ വാർത്ത ഓണെയറിന് വേണ്ടിയിട്ട് ബ്രേക്കിംഗ് ടെസ്റ്റും എല്ലാം കൊടുത്ത് രാവിലെ 10 മണിക്ക് ബ്രേക്ക് ചെയ്യാൻ വെച്ചിരുന്ന വാർത്ത പക്ഷേ ഏറിപ്പോയില്ല. വാർത്ത ഏറിൽ കാര്യം എന്നെ കൈ വലിയ ആളാണ്. ഞങ്ങളുടെ മുതലാളിയെ തന്നെ അവർ വിളിച്ചു, ഡീൽ ചെയ്തു. ഡീലിങ്സ് ആണ്. ഈ ചില വാർത്തകൾ ഞാനിത് പറഞ്ഞുകൊണ്ട്, ഈ മാഫിയകളുണ്ട്, ഈ പാറ മാഫിയ, ഖനന മാഫിയ. അപ്പോൾ അവിടെ ക്യാമറയായിട്ട് സാധാരണ പോകാറുണ്ട്. ഞാനും ചാനലിൻ്റെ സമയത്ത് അങ്ങനെ എൻ്റെ കൂടെയുള്ള ഒരു ക്യാമറമാന് പറ്റിയ ഒരു പ്രശ്നമാണ്. ക്യാമറമാനും പുതുതായിട്ട് ജോയിൻ ചെയ്തൊരു റിപ്പോർട്ടർ അവരോട് പറയുന്നു, ബ്യൂറോ ചീഫാണ് പറയുന്നത്, പെട്ടെന്ന് അവിടെ ഇങ്ങനെ ഖനനം നടക്കണം, അവിടെ കൂടുതൽ പാറ പൊട്ടിക്കുന്നുണ്ട്, നിങ്ങൾ അതിവേഗം പോയി എടുത്തേ പറ്റും. ഇവർ പാവം രാവിലെ വെളുപ്പിന് പോകുന്നു. കാര്യം ലോഡ് എണ്ണണമല്ലോ. ഈ പറഞ്ഞ ലോഡിൽ നിന്ന് കൂടുതൽ വരുമ്പോഴാണല്ലോ എണ്ണം കാണിക്കാൻ. ഇവർ രാവിലെ പോകുന്നു, അത്രയും ഉയരമുള്ള പാറയിൽ കയറുന്നു. ഉച്ചവരെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുതലാളികളും ഗുണ്ടകളും തൊഴിലാളികളും ഇവരെ ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അവരൊക്കെ അവിടെ നിന്ന് വരാൻ പറ്റില്ല. പക്ഷെ അവരെങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഓടി വന്നു. റിപ്പോർട്ടർ ഭയങ്കര ഇങ്ങനൊരു അനീതി നടക്കുന്നു, എനിക്ക് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം. വരുന്നു, ഉള്ളി ഈ പറഞ്ഞതുപോലെ ഫുട്ടേജ് കോപ്പി ചെയ്യുന്നു. ചേട്ടാ ഞാൻ കൊടുക്കട്ടെ, 1 മിനിറ്റ് വരട്ടെ. അത് 1 മിനിറ്റായി, അരമണിക്കൂറായി, 1 മണിക്കൂറായി, 1 ദിവസം കഴിഞ്ഞു. ആ പാവപ്പെട്ടവർ രാവിലെ അടി കിട്ടിയിരുന്നെങ്കിലോ? ഈ റിപ്പോർട്ടർമാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റിപ്പോർട്ടർമാർ ക്യാമറമാരുടെ ഒക്കെ അവസ്ഥ ഭയങ്കര, നമ്മൾക്ക് റേഷൻ അറിയാലോ. ഞാൻ ഈ ജോലിക്ക് കയറുമ്പോൾ 8,000 രൂപ എൻ്റെ ശമ്പളം. തീർച്ചയായിട്ടും
8,000 രൂപയ്ക്ക് ശമ്പളത്തിന് ഞാൻ ആരുടെ എല്ലാം വെല്ലുവിളി ഇപ്പം പോലും വന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നേരിടുന്നുണ്ട്, ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. അതെ. 8,000 രൂപ 9,000 രൂപയ്ക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ട്. എനിക്ക് 3 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, 3 വിഷയത്തിലാണ് എനിക്ക് PG. ഞാൻ എൻ്റെ പഠിച്ച അറിവ് വെച്ചിട്ട് എനിക്ക് 1 ലക്ഷം രൂപ കൂടുതൽ സാലറി കിട്ടേണ്ട ജോലി ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല. ചെയ്യാത്തത് എനിക്കിതിനോട് ഭയങ്കര പാഷനാണ്. നമ്മൾ ഉള്ളിലൊരു ഒരു തീയുണ്ട്. എനിക്ക് എന്താ പറയുക, ആർക്കെങ്കിലും ഞാൻ കാരണം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം, അവരുടെ വായാകുവാൻ, അവരുടെ ശബ്ദമാവാൻ ശ്രമിക്കാറുണ്ട്. ഇവന്മാർ പലരും വന്നിട്ട് കമന്റിൽ വന്ന് തേറി പറയും, നീയൊക്കെ എന്ത് ചെയ്തു, മാപ്ര എന്നൊക്കെ പറഞ്ഞിട്ട്, തള്ളു ശ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നീയൊക്കെ എന്ത് ചെയ്തു. എടാ, ഞാൻ ചെയ്തതിൻ്റെ ഒന്നും നീ ഒന്നും പകുതി പോലും ചെയ്തിട്ടില്ല. ഞാൻ അനുഭവിച്ചതിൻ്റെ ഒന്നും പകുതി പോലും നീ ഒന്നും നേരിട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചത് വെച്ചിട്ട് ഞാൻ ഇറങ്ങി തിരിച്ച് ഞാൻ ചെയ്തു വെച്ചതിൻ്റെ 4/1 നീയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ ഇതൊക്കെ വിട്ടിട്ട് ഓടും, കണ്ടപ്പോയി ഓടിക്കളയും. വേണമെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്കും 2 ലക്ഷം രൂപയ്ക്കും മറ്റൊരു തൊഴിൽ തേടാമായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്തു വെച്ചൊക്കെ ആ ലെവലിലാണ്. രാഷന് അറിയാലോ, അനുഭവിച്ചതൊക്കെ അതാണ്. എന്തുമാത്രം പോയി, എന്തുമാത്രം നഷ്ടങ്ങൾ. എമ്മരൊക്കെ വന്നിട്ട് കമന്റ് ചെയ്യുന്നു. എനിക്ക് ചില സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വരും ഇത് കാണുമ്പോഴേ. കമന്റുകൾ കാണുമ്പോൾ നമുക്ക് നല്ല ദേഷ്യം വരും ചില സമയത്ത്. ഇവര് റിയാലിറ്റി ഒന്നും അറിയാതെയുള്ള ഒരു കമന്റ്, അവർക്ക് അവിടെ ഇരുന്ന് കുത്തി കുറിച്ചാൽ മതി. പക്ഷെ ആ ചുട്ടുപൊള്ളുന്ന വെയിലിലോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ ആ ഒരു പാവപ്പെട്ട ഒരു ഓട്ടോക്കാരൻ, അവന്റെ ആശ്രയമായിരുന്നു ശ്യാം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ചേട്ടാ എനിക്കിപ്പോൾ എത്ര രൂപ കടമുണ്ടെന്ന് അറിയോ? പറയും. ലക്ഷക്കണക്കിന് രൂപയാണ് സാമ്പത്തിക ബാധ്യത. തീർച്ചയായും ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തതിന് മാത്രം, ഇതിൻ്റെ പേര് മാത്രം. വണ്ടി ഇടിച്ചു, എത്ര ദിവസം കിടന്നു, എത്ര നാൾ കിടന്നു, എത്ര നാൾ ജോലി ചെയ്യാൻ പറ്റിയില്ല, ആരെങ്കിലും സഹായിച്ചു? ഈ പറയുന്നവന്മാർ ആരെങ്കിലും വന്നോ? ഈ പറഞ്ഞ ചാനലുകാരും ഇല്ല, ആരുമില്ലായിരുന്നു, മുതലാളിമാരും ഇല്ല, ഒരു മുതലാളി ഇല്ലായിരുന്നു. തനിച്ചാണ് കിടന്നത്. തീർച്ചയായിട്ടും ഞാൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് എൻ്റെ വീട് വരെ ലോൺ വെച്ചിട്ടാണ്, പൈസ മേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ചികിത്സ ചെയ്തത്. എൻ്റെ എനിക്കൊരു കാലിന് നേരെ ചൊവ്വേ ഇപ്പം സ്വാധീനമില്ല. എൻ്റെ ഇടത്തെ കാല് നേരെ ചൊവ്വേ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനും ആലോചിക്കാറുണ്ട്. എമ്മറെ കമൻറ്റ് കാണുമ്പോൾ എന്തിനാ ഞാനിതൊക്കെ ചെയ്തത്, എന്തിനായിരുന്നു? ഞാൻ സെൽഫിഷായാൽ മതിയായിരുന്നു. ഞാൻ സെൽഫിഷായിരുന്നെങ്കിൽ എൻ്റെ ശരീരം നോക്കി എനിക്ക് മുന്നോട്ട് പോകും, എൻ്റെ ജീവിതം നോക്കി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഒരിക്കലും ശ്യാമിനെ പോലുള്ള ഒരു പത്രപ്രവർത്തകന് അങ്ങനെ ആവാൻ പറ്റില്ല. ഞാനൊരിക്കലും ആവില്ല ചേട്ടാ, പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. അതാണ് ഞാൻ ഇന്ത്യ വിഷനിൽ തുടങ്ങിയതാണ്. ഇന്ത്യ വിഷൻ, റിപ്പോർട്ടർ, എത്ര ചാനലുകൾ, അവസാനം 24 വരെ. പക്ഷെ എന്നോട് മാന്യത കാണിച്ച ഒരാളുണ്ട് കേട്ടോ, SK. തീർച്ചയായും ശ്രീകണ്ഠൻ നായർ സാറ് ഏറ്റവും അവസാന സമയത്തും ഞാൻ ആ ജോലി വേണ്ട, ഇനി ഒരിക്കലും ഞാൻ മാധ്യമ മേഖലയിൽ നിൽക്കില്ല എന്ന് വിചാരിച്ച് ഇറങ്ങി വന്നപ്പോൾ പോലും സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വന്ന് ജോലി ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇനി ചെയ്യാൻ പറ്റില്ല. ഇനി അത് പ്രായം, ഒന്നാമത്തെ കാര്യം 35 വയസ്സായി. അതൊരു പ്രായമല്ല കേട്ടോ, അതൊരു പ്രായമല്ല. പക്ഷേ നമുക്ക് ഒന്നും തുറന്നു കാണിക്കാൻ പറ്റില്ല. അല്ല, ഇപ്പൊ ഈ ഓട്ടോക്കാരൻ പെരുമ്പാവൂരിലെ കുപ്പിയുള്ള കമ്പനിയാണ്, ആർക്കും നോക്കാം. പച്ച നിറമാണ് അതിന്റെ. പച്ചയെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പച്ചയെന്നേ പറയാൻ പറ്റൂ. എന്നാ ഹരിതാഭയുടെ പച്ചയല്ല, ഹരിതാഭമായി അത് മനുഷ്യന്റെ പച്ച ലേബലാണ് അതിന്. അതിന്റെ ഏറ്റവും അവസാനത്തെ പേര് വാലി എന്നാണ്. ഇഷ്ടംപോലെ വേലികളുണ്ട് ഇവിടെ. അത് വയ്യാവേലി ആവാറുണ്ട് ചില സമയത്ത്. വേലി ചിലപ്പോ വയ്യാവേലി. എന്നിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ കാരണക്കാരനായ ആളുടെ മകൻ ആ വാർത്ത ചവിട്ടിക്കളഞ്ഞു. അതാണ് എനിക്ക് വിഷമം. ഈ വാർത്തയെ മുക്കിക്കളഞ്ഞു. ഈ വാർത്ത ഓണയർ പോയില്ല. പാർട്ടിയുടെ ഇടപെടൽ കാശ് മേടിച്ചിട്ടായിരിക്കും.
തീർച്ചയായിട്ടും, അല്ലാതെ ചെയ്യേണ്ട കാര്യം അല്ലാണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ആ ഒരു പാറ അവർ അവസാനം സെറ്റിൽമെന്റിലെത്തി. പക്ഷേ ഈ പാവപ്പെട്ട പുതിയ ഊർജ്ജസ്വലനായി സമൂഹത്തിനോട് തൻ്റെ പ്രതിബദ്ധത കാണിക്കാൻ വേണ്ടി വന്ന ആ റിപ്പോർട്ടർ അവസാനം അയാൾ ഇന്ന് കരയുകയായിരുന്നു. ഞാൻ എൻ്റെ മുന്നേ കരഞ്ഞതിൽ ഒരുപാട് റിപ്പോർട്ടർമാർക്ക്, ക്യാമറമാൻമാർക്ക്, എൻ്റെ ക്യാമറമാന്മാർ, എൻ്റെ കൂടെ നിന്നവരൊക്കെ, അവർ നിന്നവരെല്ലാം എൻ്റെ കൂടെ അത്രയും ചങ്ക് പറിച്ച് നിന്നവരാണ്. കാര്യം ഞാൻ ചെയ്തു വെക്കുന്ന ഒക്കെ ആ ലെവലാണ്. എൻ്റെ കൂടെ ഒരു ക്യാമറമാന് നിൽക്കാൻ പേടിയാണ് പലപ്പോഴും. എപ്പോഴാണ് നമ്മൾ സൈറൻ ഈ എന്താ പറയുക ആംബുലൻസ് പോലെയാണ്, എപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യും, എന്ത് കാട്ടിക്കൂട്ടുമെന്ന് ക്യാമറമാർക്ക് പേടിയാണ്. എന്നോട് ഒരു ക്യാമറമാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ട്, സോ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി നീ വരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വർക്കല പോയിട്ട് ബ്ലാക്ക് ബീച്ച് എന്ന് പറഞ്ഞൊരു റിസോർട്ടിൽ പോയി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് അതിൻ്റെ പേരിലാണ് വണ്ടി ഇടിക്കുന്നത്. അന്ന് 2:18 വണ്ടി ഇടിക്കുന്നു. അങ്ങനെ ഇടിക്കുന്നത് 5 തെങ്ങി വെച്ചിട്ട്. ഞാൻ ചെയ്തു വെച്ചത് അങ്ങനെയാണ്. ഈ ക്യാമറമാൻ അന്ന് അറിവുണ്ടായിരുന്നു ഇത്തരം ഒരു വാർത്തയാണ് നമ്മൾ അയ്യോ ഇത് അഭിലാഷ് കൂടെ നിന്നു. അതെ, ആ ക്യാമറമാനല്ലേ, പഴയ മാറിയ ക്യാമറമാന് അറിയാൻ പേടിയായിരുന്നു. റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന സ്ഥലത്താണ് പോകുന്നത്, ഇന്നടത്താ പോകുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര പേടിയാന്ന് പറഞ്ഞു, കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാമത്തെ ക്യാമറമാന് കുടുംബമൊന്നും ഇല്ലാത്ത ആളായിരിക്കും. അഭിലാഷോ? അഭിലാഷ് കൂടെ നിന്നു. അഭിലാഷ് എന്നോട് പറഞ്ഞു ചേട്ടാ ഇത് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് നമുക്ക് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. അവനും പേടിയും, അവൻ എന്നെ കൈ ധൈര്യം. അഭിലാഷിന് എന്നെക്കാളും ഭയങ്കര ധൈര്യമാണ്, അവന് ഭയങ്കര ധൈര്യമാണ്. അങ്ങനെ കുറെ ക്യാമറമാന്മാരും ഇങ്ങനെ കുറെ റിപ്പോർട്ടർ ഉള്ളതുകൊണ്ട് ഈ പൊതുസമൂഹത്തെ അത്ര പെട്ടെന്നൊന്നും ആർക്കും വന്ന് പറ്റിക്കാൻ പറ്റില്ല. അതെ, ഏതെങ്കിലും വഴിയിലൂടെയൊക്കെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് അത് സമൂഹത്തിൽ തന്നെ തിരിച്ചു വരും. അതൊരു റിയാക്ഷൻ പോലെയാണ്. റിയാക്ഷൻ, അതെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും എന്ത് പ്രവൃത്തിയാണെങ്കിലും അതിന് ഈക്വൽ ആയിട്ടുള്ള പ്രതികരണം ഉണ്ടാവും. ഇത്തരം കുപ്പിവെള്ളങ്ങൾ കുടിക്കുന്നതുമൂലം നമുക്ക് ക്യാൻസർ പോലുള്ള മാരക അല്ല, കോളിഫോം ഒരു കാരണവശാലും കോളിഫോം അകത്ത് പോകാൻ പാടില്ല. കാര്യം ഒന്ന്, നമുക്ക് നമ്മുടെ ഇതുണ്ടാവും, ലൂസ് മോഷൻ ഉണ്ടാവും. കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ നിർജ്ജലീകരണം എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവും, അവസ്ഥയുണ്ടാവും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ലൂസ് മോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിർജ്ജലീകരണം ഉണ്ടാകും. ഞാൻ എൻ്റെ ഇതും അതായിരുന്നു. 20 രൂപയല്ലേ മേടിക്കുന്നത് ഒരു കുപ്പിവെള്ളത്തിന്, എന്നിട്ട് നമ്മൾ കോളിഫോം കലക്കി തരിക. ഇത്തരം ഈ ലൈസൻസിനൊക്കെ പോകുമ്പോൾ ഇവരുടെ ഈ ചെക്കിങ്ങോ അങ്ങനെ ഒരു ഫുഡ് സേഫ്റ്റിയുടെ അല്ലെങ്കിൽ അത്തരം സംവിധാനം ഇവർക്ക് എങ്ങനെ ലൈസൻസ് കിട്ടുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്മാർക്ക് എങ്ങനെ കിട്ടുന്നു? ഈ വാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ ഇറക്കിയിരിക്കുന്ന ഗ്രീൻ കുപ്പിക്കകത്ത് ഇറക്കി വെച്ചിരിക്കുന്ന സാധനത്തിന് എങ്ങനെ ലൈസൻസ് കിട്ടി ഇവന്മാർക്ക്? പച്ചക്കുപ്പിക്കകത്ത്. ഇത് സാധാരണ ഹോട്ടലുകളിൽ ഞാൻ കഴിഞ്ഞ ദിവസം അടുത്തൊരു ഹോട്ടലിൽ അവിടെ രാവിലെ ഒരു ഫുഡ് സേഫ്റ്റിക്കാർ വന്നു. ഒരു അടുക്കളയിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, പലതും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, വൃത്തിയുണ്ട് ഹോട്ടല്. എന്നാലും അവർ കുറച്ച് നിർദ്ദേശവും കൊടുത്തിട്ട് അവർ പോവുകയാണ് ചെയ്തത്. എണ്ണ അപ്പോൾ ഇല്ല, എണ്ണ ഞങ്ങൾ ഇന്ന് ഉപയോഗിക്കില്ല, അന്നുള്ള പുതിയ എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ചെക്കിങ്ങുകൾ ഇതേപോലുള്ള പച്ചക്കുപ്പികളിലെ മേൽ ഉണ്ടാവാത്തത് കൊണ്ടല്ലേ? അല്ല, ഇവന്മാരെ പരിശോധിക്കണോ നീ? ഇവന്മാർ ഭയങ്കര കമ്പനിയത്. എത്ര നമ്മൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഇവന്മാരുടെ വെള്ളം കിട്ടും. ഉണ്ട്. ഇവന്മാരുടെ ഏത് സൂപ്പർ മാർക്കറ്റ് വേണേലും നോക്കും, ഇവന്മാരുടെ വെള്ളമുണ്ട്. ഇവന്മാർ അത്ര എണ്ണമാണ് ഇറക്കി, എന്താ പറയുക, അത്രയും വലിയ കോടികളുടെ ബിസിനസ് അവന്മാർ നടത്തുന്നത്. എന്നിട്ട് എന്താ നിനക്ക് നേരെ ഇത് കച്ചവടം നടത്തിക്കൂടെ? എനിക്ക് വില പറഞ്ഞു. ശ്യാമിന്റെ വില എത്ര ഇട്ടവര്? ഏറ്റവും കുറഞ്ഞ ഒരു 3 കിട്ടും. ശ്യാമിന് വില ഇട്ടത് 3. അപ്പൊ ചാനലിന് എത്ര വില ഇട്ട് കാണും? 10 മുകളിൽ പോയി കാണും. തീർച്ചയായിട്ടും. ഓരോ മനുഷ്യന്റെ ജീവനാണ് അവർ 10 കോടിയിൽ ഒതുക്കിയത്. 10 കോടിയല്ല, 10 ലക്ഷം. സോറി, 10 ലക്ഷം. 10 ലക്ഷം, ഞാൻ 10 കോടിയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇല്ല, അന്നത്തെ കാലത്ത് 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഖ്യയാണ്. അതെ, വലിയ എമൗണ്ട് അല്ലേ? സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നു 2015-2016 കാലഘട്ടം, ഞാൻ ഇവന്മാർ എന്നെ കാണാൻ വരുന്ന സമയത്ത് ഞാൻ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴേ ഇവന്മാർ തേടി വരുന്നത് തന്നെ. ഇവന്മാർ ഒരു ഫോർച്യൂണറിലാണ് വരുന്നത്, വലിയ വണ്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ തിരിക്കാൻ പറ്റില്ല, ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ അത് തിരിക്കാൻ പറ്റില്ല. അപ്പോൾ വന്നിട്ട് ഇതുപോലെ ശ്യാം ഉണ്ടോ എന്ന് ചോദിച്ചു.
ഞാനകത്തിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ പ്രേമേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. പ്രേമേട്ടൻ എന്ന് വെച്ചാൽ എൻ്റെ കൂടെ റൂമിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ ആൾ ഇറങ്ങി ചെന്നിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ശ്യാമുണ്ടോ എന്ന് ചോദിച്ചു. ശ്യാമിനോടൊന്ന് സംസാരിക്കാനെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നിങ്ങളെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം. അവസാനം ഈ ഇതിലൊന്നും ഒതുങ്ങാതെ ഭീഷണി ഇല്ല ഭീഷണിയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അവരുടെ റിവേഴ്സ് പറഞ്ഞു കൊടുത്ത ഞാൻ ആ വണ്ടിക്ക്. ആ വണ്ടി റിവേഴ്സ് പറഞ്ഞു. ഇടിച്ചിട്ടിട്ട് പോയ വണ്ടിക്ക് റിവേഴ്സ് പറഞ്ഞു. അല്ല, ഇടിച്ചിട്ട വണ്ടി അതല്ല, ഇടിച്ചിട്ടത് ബ്ലാക്ക് ബീച്ചാണ് ഇടിച്ചത്. ഓർമ്മയുണ്ട്, നമ്പരൊക്കെ ഓർമ്മയുണ്ട്. അത് 2019 മറ്റോ ആണ്. അത് 5 തെങ്ങി വെച്ച് ഇടിച്ചത് ബ്ലാക്ക് ബീച്ചുകാർ. അത് നിർത്താതെ പോയി? അല്ല, നിർത്തി. എന്താ കാര്യം പറഞ്ഞോ? ഇല്ല എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഇതായി ഞാൻ മെമ്മറി പോയി. ഇടിച്ച് തറയിലല്ല എടുത്തത്. ഹെൽമെറ്റ് എല്ലാം പൊട്ടിപ്പോയി. ഹെൽമെറ്റ് മൊത്തം. രാത്രിയായിരുന്നോ പകലായിരുന്നോ? ഉച്ചയ്ക്ക് 2:18. ആരുമില്ലാത്ത സമയം? അല്ല, ഉണ്ടായിരുന്നു. അവിടെ നാട്ടുകാരുണ്ടായിരുന്നു. ഉച്ചക്കൊക്കെ ചിലപ്പോ ആരും ശ്രദ്ധിക്കില്ല. അല്ല, 5 തെങ്കിലും ആൾക്കാരുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ആളുകൾ കൂടിയോ? ആള് കൂടി. അപ്പൊ തന്നെ വണ്ടി അപ്പൊ ഇടിച്ചപ്പോ ഇപ്പൊ തന്നെ എടുത്തുകൊണ്ട് പോയി. ആംബുലൻസിൽ ആദ്യം വർക്കല താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നു, പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ഇതിന് കേസോ അങ്ങനെയുള്ള? കേസ് ഉണ്ടായിരുന്നു. കേസെല്ലാം അവരെ അറിയാതെ പറ്റിയാന്ന് പറഞ്ഞു. ഇവന്മാരൊന്നും ചെയ്തൊന്നുമില്ല. ഇവന്മാര് പൈസ തരാന്ന് പറഞ്ഞു. നമുക്ക് സംശയമാണോ ഉള്ളത് ഈ ഇടിയിൽ? സംശയമാണുള്ളത്. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലായിരുന്നല്ലോ. അല്ലേ, ഒരു വർക്കല വെച്ച് നോട്ടം ഇട്ട് വെച്ചേക്കുക. വണ്ടി പിന്നാലെ ഉണ്ടായിരുന്നു. പിന്നാലെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഇടിക്കുന്നത് ബാക്കിൽ നിന്ന് ഇടിച്ചു. ഒരു വളവിൽ നിന്ന് കൊണ്ടുവന്ന് സൈഡിൽ, അതായത് ലെഫ്റ്റിലൊരു വളവുണ്ടായിരുന്നു. അവിടുന്ന് വണ്ടി പെട്ടെന്ന് റോഡിലിട്ട് ഇറക്കി വന്ന് മെയിൻ റോഡിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൊണ്ടുവന്ന് ഇടിച്ചത്. അങ്ങനെയാണ് ആക്സിഡന്റ്. അന്ന് എവിടെ പരിക്ക്? എങ്ങനെയാ തലയ്ക്ക്? പരിക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ മുടിയില്ല ബാക്കിൽ. പിന്നെ കാലി കമ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്. എത്ര മാസം ബെഡിൽ? 1 കൊല്ലത്തോളം കിടന്നു. 1 കൊല്ലം? 1 വർഷം കിടന്നു. നിങ്ങൾ മര്യാദയ്ക്ക് ആ 3 ലക്ഷം വാങ്ങിച്ചിരുന്നെങ്കിലേ? അല്ല, അത് വേറെ, അത് കേസ് വേറെ. ഇവരാണ് എന്ന് സംശയത്തിന്റെ പുറത്ത് പറയണെങ്കിലേ ഇത് ബ്ലാക്ക് ബീച്ചുകാർ ചെയ്ത. ബ്ലാക്ക് ബീച്ചുകാരാണോ? ഇത് അവരല്ല, ഇത് കുപ്പിവെള്ളക്കാരല്ല. അല്ല, ഇനി കുപ്പിവെള്ളക്കാരുടെ കൊട്ടേഷൻ ചിലപ്പോ കിടക്കുന്നതെന്ന് അറിയില്ല അല്ലേ? എന്താണെങ്കിലും നമ്മൾ ഈ റിപ്പോർട്ടേഴ്സും നമ്മൾ ഈ പാവപ്പെട്ട റിപ്പോർട്ടർമാരും ക്യാമറമാന്മാരും എത്ര രൂപ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്? എത്ര റിപ്പോർട്ടർമാർ, എന്നെപ്പോലെ എത്ര റിപ്പോർട്ടർമാരുണ്ടെന്ന് അറിയോ? ഇപ്പൊ ഞാൻ എൻ്റെ കഥകൾ കേൾക്കാൻ ഇപ്പൊ പ്രേക്ഷകരുണ്ട്. അവരുടെ കഥകൾ കേൾക്കാൻ ആരുമില്ല. ഇപ്പൊ എൻ്റെ കഥകൾ വന്നിരുന്ന് എനിക്ക് പറയാൻ പറ്റും. എനിക്കിപ്പോൾ ഈ ഇങ്ങനൊരു സംവിധാനം രാജേഷ് ഏട്ടൻ വിളിച്ചു, ഞാൻ ഇവിടെ വരുന്നു, ഇവിടെ നിന്ന് സംസാരിക്കുന്നു, എൻ്റെ കഥകൾ പറയുന്നു. എന്നെപ്പോലെ എത്ര റിപ്പോർട്ടർമാരുണ്ട്. എത്രയോ റിപ്പോർട്ടർമാർ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഇപ്പോഴും ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. ജോലി ഉണ്ടാവില്ല. ജോലി മാത്രമല്ല, ഭൂമിയിലേ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. ഇത്തരം ഈ നമുക്ക് പറയാൻ എളുപ്പമാണ്. 1 വർഷം കിടന്നു, 1 വർഷത്തെ ചിലവ് എന്താ. ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾ ചിലപ്പോൾ 3 ലക്ഷമൊക്കെ പറഞ്ഞ് വാങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് അല്ലേ ജീവിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് അതിലൊന്നും എനിക്കൊരു വിഷമമില്ല രാജേട്ടാ. എൻ്റെ ഈ കമന്റ് വരുമ്പോൾ ഈ കാല് കണ്ടോ? ഇത് ഞാൻ കണ്ടു. ഈ സാധനം കമ്പിയാണ്, അതിനകത്ത് കമ്പി ഇട്ടിരിക്കുക. ഈ സാധനം എനിക്ക് നേരെ ചൊവ്വയൊന്നും ഒന്ന് ഓടാനോ ഒന്നും പറ്റില്ല. എനിക്ക് പലപ്പോഴും ഈ രാത്രി കിടക്കുമ്പോൾ വേദനയാണ്. നമ്മളൊക്കെ ഇത് അനുഭവിച്ചിട്ട് എത്ര റിപ്പോർട്ടർമാർ, എത്രയോ അധികം റിപ്പോർട്ടർമാർ. നിങ്ങൾ ഈ മാപ്ര എന്ന് വിളിച്ച് കുറ്റപ്പെടുത്തുന്ന എത്ര പാവപ്പെട്ട റിപ്പോർട്ടർമാരുണ്ടെന്നറിയോ? 7,000-8,000 രൂപയ്ക്ക് ജോലിക്ക് പോയിട്ട്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 3 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. 3 തവണയാണ് PG ഉള്ളത്. കേരള യൂണിവേഴ്സിറ്റിയിൽ 3 PG. കേരള യൂണിവേഴ്സിറ്റി PG പാസ്സാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. MG യൂണിവേഴ്സിറ്റി അല്ല കേരള യൂണിവേഴ്സിറ്റി. അത് ഒരെണ്ണം പാസ്സായി വരിക. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ MA പൊളിറ്റിക്കൽ സയൻസിൽ 4ാം റാങ്കാണ്. 4ാമത്തെ റാങ്ക് ഉണ്ട് എനിക്ക്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ ഇവന്മാർ പറയും തള്ളിച്ചാമെന്ന് പറയും.
വെളിയിൽ നിന്ന് പറയുന്നവർക്ക് കാണുമ്പോൾ ഉം. ഒന്നുമില്ല, പക്ഷെ അവരകത്തോട്ട് കയറണം. ഉം. ഇതല്ല മാധ്യമപ്രവർത്തനം. ശരിക്കുള്ള മാധ്യമപ്രവർത്തനം ആണെങ്കിലും പറയാം. അതെ, അവിടെ കോഴിക്കാലല്ല മാധ്യമപ്രവർത്തനം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് ആ പച്ചക്കുപ്പിയുടെ കഥ. പച്ചക്കുപ്പിയുടെ കഥ. ഉം. ശരി. ശരി.